إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഫുർഖാൻ 73-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വല്ലദീന യാതൊരു കൂട്ടരുമാകുന്നു ആ ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇദാ ദുഖുറു ബി ആയാതി റബ്ബിഹിം, അവിടെ റബ്ബിങ്കൽ നിന്നുള്ള ആയത്ത്, അവിടെ റബ്ബിന്റെ വചനങ്ങൾ അത് സ്മരിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അത് പാരായണം ചെയ്യുകയാണെങ്കിൽ, പാരായണം ചെയ്ത് കേൾക്കുകയാണെങ്കിൽ അവിടെ അവസ്ഥ എന്താണ്? ലം യഖ്റു, ഒരിക്കലും അതിന്മേൽ ലം യഖ്റു അലൈഹ, അതിന്മേൽ അവർ വീഴുകയില്ല. സുമ്മം ഉമ്യ, ബദിരരുമായും അന്ധരുമായും കൊണ്ട് അതിന്മേൽ ചാടി വീഴില്ലെന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ. അബൂജഹലും കൂട്ടരും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടപ്പോൾ അതിരരും അത് നോക്കൂ, ബദിരരും അന്ധരുമായി ആ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ മേൽ അവർ ചാടി വീഴുകയാണ് ചെയ്തത്. അതിനെപ്പറ്റി പലതരത്തിലുള്ള ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിക്കൊണ്ട് മറ്റുള്ളവർ അത് കേൾക്കുന്നതിനെ തടസ്സം ചെയ്യുകയുണ്ടായി. ആ രൂപത്തിലുള്ള വലിയ അതിക്രമങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഈ രൂപത്തിൽ അതിക്രമങ്ങളൊന്നും ഈ ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകൾ ചെയ്യില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ വചനത്തിൽ കൂടി നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഒരിക്കലും അന്ധരും അതുപോലെ ബദിരരുമായി കൊണ്ട് അല്ലാഹുവിന്റെ വചനങ്ങളുടെ മേലേക്ക് അവർ ചാടി വീഴില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുന്നത്. വളരെയധികം സൗമ്യമായ രൂപത്തിൽ നോക്കൂ നിങ്ങൾ. അത്തരം ആയത്തുകൾ കേൾക്കുമ്പോൾ അവർ കണ്ണീർ വാർക്കുന്നതാണ്, സുജൂദിൽ വീഴുന്നതാണ്, അവരുടെ ഹൃദയങ്ങൾ വിറക്കൊള്ളുന്നതാണ്, അവരുടെ തൊലികൾ ആ രൂപത്തിൽ വിറക്കൊള്ളുമെന്നൊക്കെയും വിശുദ്ധ ഖുർആന്റെ പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെയാണ് അവരുടെ ലക്ഷണങ്ങൾ ഉണ്ടാകുക. ഒരിക്കലും അല്ലാഹുവിന്റെ വചനങ്ങൾ കേൾക്കുന്നത് കൊണ്ട് അവർക്കൊരിക്കലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകില്ല. അതവർക്ക് കൃത്യമായി ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. നോക്കുന്നു, വൈദാ തുലിയത അലൈഹിം ആയാതു, അവന്റെ ആയത്തുകൾ അവരുടെ മേൽ പാരായണം ചെയ്യപ്പെടുകയാണെങ്കിൽ സാദത്തുഹും ഈമാന, അവർക്ക് അവിടെ ഈമാൻ വർദ്ധിപ്പിക്കുകയാണ്, വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുക എന്ന് നോക്കൂ നിങ്ങൾ. ആ രൂപത്തിലൊക്കെ വിശുദ്ധ ഖുർആൻ തന്നെ അതിന് വിശദീകരിച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് മുഅ്മിനീങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ആ രൂപത്തിലാണ്, ഈ രൂപത്തിലാണ് ഇബാദുർ റഹ്മാൻ അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളുടെ ലക്ഷണം ഉണ്ടാകുന്നത്. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.